നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഒക്കെ ശരിയാവും അമ്മേ. അമ്മ നോക്കിക്കോ, അടുത്ത വിഷുവിന് സൂര്യയുടെ വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും വിഷു ആഘോഷിക്കാൻ പോകുന്നു. ഭാവന എന്തിനാ മാനസെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഭാവനെ അവളെ നിർബന്ധിച്ചു കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ സേതുവേട്ടാ? ഇനി അങ്ങനെ വിളിച്ചു എന്ന് കരുതി അങ്ങനെ വെളിഞ്ഞു കയറി വരാവോ? ഒരല്പമൊക്കെ മര്യാദ വേണ്ടേ? മോനെ, എന്താടാ ഇത്? അവളെന്താ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണോ? മക്കളെ, വീട്ടിനകത്തോട്ട് ഒരു അതിഥി വരുമ്പോ നമ്മൾ അവരെ സ്വീകരിക്കണം. അതാണ് ആദ്യത്തെ മര്യാദ. എനിക്കെന്തോ അമ്മേ അവളെ കൊണ്ട് ദഹിക്കുന്നില്ല. എനിക്കും ആദ്യം കണ്ടപ്പോ അവളോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നതാ സേതുവേട്ടാ. പിന്നെ ഭാവനയെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ ധാരണയൊക്കെ മാറി. എനിക്കെന്തോ ആ ജയനിർമ്മലേന്റെ നല്ല സംശയമുണ്ട്. അല്ല, ഇതുവരെ ഇല്ലാത്ത മാനസ പെട്ടെന്ന് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരൂ. എടാ, അത് വിട്ടേക്ക്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ സൂര്യമോനെ മാത്രം നോക്കിയാ പോരെ. നീ വാ മോനെ, വന്ന് സദ്യ കഴിക്കാൻ നോക്ക്. വാ മക്കളെ, വാ. എടാ, ഒന്ന് ചിരിച്ചോണ്ട് വാടാ മോട്ടെ. ഭാവനയ്ക്ക് സൂര്യക്കും ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. എന്തായാലും രണ്ടുപേരുടെയും ഡ്രസ് സെലക്ഷൻ കൊള്ളാം. നീ വന്നേ. എന്താ സൂര്യ അത്? ഇങ്ങനെയാണോ സൂര്യ ഷർട്ട് ഇടുന്നത്? ഒന്നിനും ഒരു ശ്രദ്ധയില്ല. എല്ലാത്തിനും ഇപ്പൊ ഞാൻ തന്നെ വേണമെന്നുള്ളൊരവസ്ഥയായി. എന്താ സൂര്യ ഇത്? ഞാൻ ശരിയാക്കി തരാന്നേ. ഇപ്പോഴാണ് സൂര്യ ശരിക്കും സുന്ദരനായത്. എന്താ പണിയത്? സേതുട്ടാ, ഇവളിങ്ങനെ അഴിഞ്ഞാണ് വിടുന്നത് ഭാവനച്ചിക്ക് ദോഷ. സേതുട്ടൻ പറഞ്ഞു ശരിയാ, ഇവിടെ സൂക്ഷിക്കണം. ഭാവന മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം സൂര്യ സാധിച്ചു കൊടുക്കുമെങ്കിലും സൂര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നുള്ള ഭാവനയുടെ വിഷമം മാറ്റി കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? കണ്ടോ ഭാവനയുടെ സന്തോഷം? എന്തായാലും ഡ്രസ് സെലക്ഷൻ കൊള്ളാം. അതെ, മായൻ സേതും കൂടിയാ സെലക്ട് ചെയ്ത. അപ്പോ മായച്ചിക്ക് പാചകം മാത്രമല്ല, ഡ്രസ് സെലക്ഷനും അറിയാം. സൂര്യ എന്ത് കണ്ടു? മായച്ചിക്ക് എന്തും ഒരു വട്ടം കണ്ടാ മതി, പെട്ടെന്ന് പഠിച്ചോളൂ. മായച്ചി നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സദ്യ കഴിക്കുമ്പോ കണ്ടോ? ഇന്നത്തെ മായച്ചി സ്പെഷ്യൽ പുളിശ്ശേരി കഴിക്കാൻ തയ്യാറായിക്കോ. പിന്നെ പായസവും. ഞങ്ങളുടെ കാറ്ററിന്റെ മുഖമുദ്ര തന്നെ മായച്ചിയുടെ കൈപുണ്യം തന്നെയാണ്. മായച്ചിയെ പൊക്കിക്കൊണ്ട് പോവാണല്ലേ. ആരെന്തൊക്കെ പൊക്കി പറഞ്ഞാലും മായേച്ചി ഒരു ചിരിയിൽ ഒതുക്കും. അതാണ് എളിമ. അറിയണ്ടി അല്ലാതെ ആരെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുന്ന കേട്ടിട്ട് ഞാനാണ് വലുതെന്ന് പറയുന്നതല്ല. അപ്പോ മായച്ചിയുടെ സദ്യയുടെ മഹത്വം അറിയാനുള്ള ഭാഗ്യം ഇന്ന് എനിക്കും ഉണ്ടാവും. സൂര്യ, എന്നെ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകും. അച്ഛാ, എന്നും ഇതുപോലെ സന്തോഷത്തോടെ കഴിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവണേ. എനിക്കും സൂര്യക്കും എന്നും അച്ഛൻ്റെ കാവലുണ്ടാവണം. വീട്ടിൽ നിന്ന് വരുമ്പോഴും അച്ഛന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്. എന്നാലും ഇവിടെ വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛനൊപ്പം ഉണ്ടെന്നൊരു തോന്നല സൂര്യ.
പിന്നെ ചത്തുപോയ അച്ഛനല്ലേ ഒപ്പം നടക്കുന്നത്. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലാണാവോ എന്തോ ജീവിക്കുന്നത്. എന്നാ പിന്നെ സദ്യക്കിരുന്നാലോ? എവിടെയാ ഇരിക്കുന്നേ? ആ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏട്ടാ. ആന്റി ഞങ്ങൾക്കൊപ്പം ഇരിക്കാന്ന് വാക്ക് തന്നതാ. ഇരിക്കാം മോനെ. ആ എന്നാ എല്ലാരും വാ വാ. സേതുട്ടാ. സൂര്യ ദാ. കഴിക്ക് സൂര്യ, എന്റെ ഒരു സന്തോഷത്തിനല്ലേ. ആ ഇത് കൂടി കഴിക്ക് സൂര്യ. ഇവൾക്കെന്താ ഇത്രയ്ക്ക് ബോധമില്ലേ? സൂര്യേട്ടൻ ഭാവനേച്ചിയുടെ ഭർത്താവാന്നുള്ള ഒരു ബോധവും ഇല്ലാതെയാ പെരുമാറുന്നത്. ഭാവനേച്ചിയുടെ സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് സൂര്യേട്ടനോട് ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇവള് കാണിക്കുന്നുണ്ടെങ്കിൽ സൂര്യേട്ടന്റെ വീട്ടിലെ മറ്റാരും ഇല്ലാത്തപ്പോ എന്തായിരിക്കും അവസ്ഥ? ഭാവനേച്ചി തീരെ നിവർത്തിയില്ലാതെ എല്ലാം സഹിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭാവനേച്ചി അങ്ങനെ പ്രതികരിക്കാതൊന്നും ഇരിക്കില്ല. സൂര്യേട്ടൻ ഇതിലൊന്നും കൂട്ടു നിൽക്കത്തുമില്ല. സൂര്യ ദാ, വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. പതുക്കെ പതുക്കെ. ഓക്കെ ആയോ? ഓക്കെ അല്ലേ സൂര്യ? ഇപ്പൊ ഈ കുറച്ചും കൂടി കുടിക്ക്. സൂര്യ കഴിക്ക്, കഴിക്ക്. എന്തെങ്കിലും ഞാൻ തരുന്നല്ലേ, കഴിക്ക് കഴിക്ക്. ആ കുറച്ചുകൂടി വേണ്ട. കുറച്ചുകൂടി പ്ലീസ്.